ഹലോ നമസ്കാരം, ഷലോം ചാപ്റ്റർ 1 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡ് കാണാത്തവരൊക്കെ ആയിട്ട് ഇതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക, കാണാം. ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഫുൾ ഒരു ഒറ്റ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടാണ്, ഒറ്റ കേസാണ്. അതായത് ഇവൻ്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ഒറ്റ കേസാണ് നമ്മൾ ഈ ഒരു ഫുൾ ഗെയിം നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മുതൽ കണ്ടാലേ നമുക്ക് ഫുൾ സ്റ്റോറി നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ കഥ അടിപൊളി സംഭവമാണ്, കേസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പറയാം. അപ്പോൾ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ നൈബറായ തിയോടെ ഗിൽഡനെ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഗിൽഡനെ എന്തെങ്കിലും അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം തരാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഗിൽഡൻ മരിച്ചു കിടക്കുന്നത് നമ്മൾ കാണുന്നത്. അത് വെറും മരണമല്ല, ആനയുടെ അറ്റാക്ക് മൂലം മരണപ്പെട്ടതാണ് നമ്മുടെ ഗിൽഡൻ. അപ്പോൾ ആ സ്ഥലം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ചില നിഗൂഢതകൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു. അതായത് ഒരു മൂന്നാമതൊരാൾ ആ ഒരു സീനിൽ ഉണ്ടായതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു കേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ആളുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കാര്യമായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ അവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. I can always recognize the spirit of a true artist. ഓക്കെ, അത് പ്രത്യേകിച്ചൊന്നുമില്ല, അതൊരു നല്ലൊരു പിക്ചറാണ്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്തതാണ് നമ്മുടെ ഷെലോംസ്. ഓക്കെ, ഇവിടെ മറ്റൊരു പിക്ചർ കാണാനുണ്ട്. This young lady has a childish interest for her age. ഓക്കെ, അതിലൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ലേഡിക്ക് ഏകദേശം ഒരു 20-22 പ്രായമൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷേ കയ്യിലിരിക്കുന്ന പാവകൾ വളരെ ചെറിയ കുട്ടികൾ യൂസ് ചെയ്യുന്ന പാവകളാണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് മാച്ച് ആവണില്ല. അപ്പോൾ അതാണ് ആ പിക്ചറിൻ്റെ ഒരു പ്രശ്നം ഷെലോംസ് കണ്ടത്. ഓക്കെ, ഇവിടെ സ്റ്റെയർ കേസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു വലിയ ഹാളിൽ. അതൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഓക്കെ, കട്ട് സീനാണല്ലോ. ഓഹോ, ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ടായിരുന്നു. അടിപൊളി. You? Who are you? My name is Sherlock Holmes. Theodore Gilded was... Did you kill him? Did you kill the elephant? It's not in the yard anymore. It escaped into the forest. ഇതാ സെയിം ലേഡി ആട്ടോ, നമ്മൾ ആ പിക്ചറിൽ കണ്ട സെയിം ലേഡിയാണ്. I highly doubt that, Miss Imogen Gilded. Imogen Gilded. ഓക്കെ. Please, I beg of you, find that dreadful beast that killed my father. I suppose we do need to learn what happened. ഓക്കെ, മകളാണ്, ഗിൽഡൻ്റെ മകളാണ്. അപ്പോൾ നമ്മൾ ആ താഴെ പിക്ചറിൽ കണ്ടില്ലേ, ഒരു 2 പാവക്കുട്ടികളെ വെച്ചിട്ട് പിടിച്ചിരിക്കുന്ന ഒരു പിക്ചർ. അത് ഒറിജിനൽ ഫോട്ടോ ആണ് കേട്ടോ, ഈ പെണ്ണിൻ്റെ ഫോട്ടോ ആണ്. ഞാൻ വിചാരിച്ചു ആരോ പെയിൻറ്റ് ചെയ്ത് വെച്ച മറ്റേ പിക്ചർ പോലെ പെയിൻറ്റ് ചെയ്ത് വെച്ചാൽ എന്തോ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇവളെന്തൊക്കെയാണ് കണ്ടെന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാം. ഇവളെന്തായാലും വീട്ടിലുണ്ടായിരുന്നു, ഇതുവരെ പുറത്തേക്ക് വന്നില്ല. അതെന്താ സ്ട്രേഞ്ച് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ചോദിക്കാം. Can you tell me what happened? From the very start. I was here, so I didn't see how it began. My father visits the enclosure every morning to wake up Goliath. Today, I heard the elephant scream. I've never heard such a horrifying sound. My heart stopped. I knew something was wrong. I looked through my window and saw how it lifted my father up by his neck. I rushed downstairs. I saw it dragging my father as if he were a doll. I threw stones at it. It dropped my father's body and charged outside, screaming. Its roar was almost human. I was frightened, so I ran inside and hid here. ഓക്കെ, അപ്പോൾ പതിവ് പോലെ തൻ്റെ അച്ഛൻ ഗിൽഡൻ നമ്മുടെ ആനേനെ കെട്ടിയിട്ടിരിക്കുന്ന ആ കേജിലേക്ക് പോയി, എണിപ്പിക്കാൻ വേണ്ടിയിട്ട് കേജിലേക്ക് പോയി. പക്ഷേ ഇപ്രാവശ്യം പതിവ് പോലെ അല്ല സംഭവിച്ചത്. വലിയൊരു സ്ക്രീമിംഗ് ആണ് കേട്ടത്. അതായത് ആനയുടെ ഒരു വലിയൊരു ചിന്നവിളിയാണ് കേട്ടത്. അപ്പോൾ അത് കേട്ടിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് അച്ഛനെ കഴുത്തിന് പിടിച്ച് ഞെരിക്കണതാണ് കണ്ടത്. അപ്പോൾ അത് പേടിച്ചിട്ട് നേരെ താഴെ പോയി കല്ലൊക്കെ എടുത്തെറിഞ്ഞപ്പോൾ അച്ഛനെ അവിടെ ഇട്ടിട്ട് ആന ഗേറ്റൊക്കെ പൊളിച്ചിട്ട് ഓട്ടമാണ് പുറത്തേക്ക് ഓടി. അപ്പോൾ അത് കണ്ട് പേടിച്ചിട്ട് ഇവള് നേരെ റൂമിൽ കുറ്റിയിട്ട് ഇരിക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വല്ലാത്തൊരു കാഴ്ചയായിരിക്കും. സ്വന്തം അച്ഛനിങ്ങനെ ആനിങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് വിഷമമുണ്ട്. അപ്പോൾ അതെന്നാ പറയാം, ഐ ആം സോറി ഫോർ യുവർ ലോസ്. That is a terrifying experience, Miss Gilded. I'm sorry you had to go through it. Thank you. Goliath must be caught, Mr. Holmes. Well, thank you for the information, Miss Gilded. I did have some questions for your father. Perhaps you might help me with them? I wasn't privy to much of my father's life.
and it's very hard to think of anything at all with Goliath still loose. Please, Mr. Holmes. Very well. Do you mind if I ask you more questions if I find anything that might help? Anything to catch that monster. ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഗിൽഡിനോട് ചോദിക്കാൻ. അതായത് അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് അച്ഛനോട് ചോദിക്കാൻ വേണ്ടി വെച്ചിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഗിൽഡ മരിച്ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് ഇവളോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഇവളോട് തന്നെ ചോദിച്ചു. അപ്പോൾ ഇവൾ പറഞ്ഞത് എന്താ വെച്ചാൽ എന്നോട് മറ്റു ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത്, ഞാൻ ഇപ്പോൾ വളരെ വിഷമിച്ചിരിക്കുകയാണ്, ആ ആനേനെ പിടിക്കാൻ എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിച്ചോളാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അമ്മയുടെ കാര്യം ഇപ്പോൾ ചോദിക്കണ്ട, ഇവളുടെ ഈ സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ചോദിക്കണ്ട. അപ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും ചോദിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. ഓക്കെ, അതായത് നമ്മൾ ആ കാട്ടിൽ ആനേനെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ ആനേനെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ നമ്മുടെ തിയോഡോർ ഗിൽഡൻ്റെ ഗൗണ് നമ്മൾ ആ കാട്ടിൽ വെച്ച് കണ്ടു. അപ്പോൾ ആ കാട്ടിൽ എങ്ങനെ വന്നു എന്ന് നമുക്കറിയില്ല. ആ ഗൗണിൽ നിന്നാണ് നമുക്കിപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള കീയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. Had Goliath been aggressive before? It's dangerous, but it was never aggressive near my father. My father would do anything for Goliath. All the elephant had to do was clap its ears. You envied him, the elephant, I mean? Our house is called the House of Ivory. I've heard some people refer to me as the Ivory Girl, and my room stinks of the animal, as if it's me who lives in a pen and not Goliath. It's not envy, Mr. Holmes. It's just incredibly difficult to live like this. ഓക്കെ, അപ്പോൾ മകൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഗോലിയത്ത് ഡേഞ്ചറസ് ആയിരുന്നു, പക്ഷേ അച്ഛനോട് വളരെ സ്നേഹമായിരുന്നു ആ ഒരു ആനയ്ക്ക്. ആനയുടെ പേരാട്ടോ ഗോലിയത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഗോലിയത്തിന് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ ഭയങ്കര സ്നേഹിക്കുന്നു. മാത്രമല്ല അവളെക്കാളും കൂടുതൽ സ്നേഹിച്ചത് ആനേനെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ മകൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആനയ്ക്ക് കൊടുക്കണ കയറ് പോലും ഇവൾക്ക് കൊടുത്തിട്ടില്ല എന്നാണ് നമ്മുടെ ഷെലോൺസിനോട് അവൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത്രയും ഇഷ്ടമായിരുന്നു ആനേനെ. അപ്പോൾ എന്തുകൊണ്ട് ആനയ്ക്ക് ഇങ്ങനൊരു അമളി പറ്റിയെന്ന് അറിയില്ല, എന്തെങ്കിലും പ്രൊവോക്കോ കാര്യങ്ങളൊക്കെ ചെയ്തോന്ന് അറിയില്ല ഗിൽഡനെ, കാരണം മറ്റൊന്നും അറിയില്ല എന്താ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത മെയിനായിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കണ്ടു ആ ഒരു സീൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ ഗേറ്റിൻ്റെ അവിടെ ഒരാൾ ഉള്ളതായിട്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്തിരുന്നു. കാരണം അതിൻ്റെ സൈനും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതായത് ഒരു കത്തി, സെയിലേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു കത്തി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഒരാൾ വന്ന് ആ ഷെഡിൽ പതിച്ചതിൻ്റെ അടയാളങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ ഇവള് അയാളെ കണ്ടോന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. Did you observe anyone else in the yard? Any of your servants, perhaps? Servants? Do you imagine that we would have any with Goliath? No one wishes to work in this house, even for double pay. I didn't see anyone else. Only my father and that diabolical beast. ഓക്കെ, അപ്പോൾ ഇവളാരും കണ്ടില്ല എന്ന് പറയണേ. മാത്രമല്ല അവിടെ സെർവൻസോ ആരും അങ്ങനെ ജോലിക്കും വരാറില്ല, കാരണം ഈ ഒരു ആനേനെ പേടിച്ചിട്ട്. എത്ര പൈസ കൊടുക്കാന്ന് പറഞ്ഞാലും ആരും വരാറില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ I have to leave you for now. അത്രയുമാണ് നമുക്ക് ഇപ്പോൾ ഇവളുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് റൂമിന്ന് മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട്. A commendable effort to barricade the windows. ഓക്കെ, ദ സ്ട്രേഞ്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ അതിനെ ബാരിക്കേഡ് ചെയ്തുകൊണ്ട് ഒരു പാർട്ടീഷൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വിൻഡോ കവർ ചെയ്തിട്ട് ഒരു പാർട്ടീഷൻ വയ്ക്കാൻ കാരണം? അതൊരു കോമൺ തിങ് ആണോ അതോ മനഃപൂർവ്വം എന്തെങ്കിലും മറച്ചു വയ്ക്കാൻ ചെയ്തതാണോ? നോട്ട് ഷുവർ. Who's a cute bird? ഓക്കെ, ഒരു തത്തയാണ്. ഓക്കെ, ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട് നോക്കട്ടെ. She packed as much as she could carry. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമോഗൻ, അതായത് അവളുടെ പേരാട്ടോ ഇമോഗൻ, ഒരു സ്പെഷ്യൽ നെയിമാണ്. അപ്പോൾ ഇമോഗൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അത് എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല. പക്ഷേ ഫുള്ളി പാക്കഡ് അല്ല, കുറച്ചുകൂടി പാക്ക് ചെയ്യാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളി പാക്കഡ് അല്ല. ഓക്കെ, ദാ സ്ട്രേഞ്ച്. ഓക്കെ, ഒരു അവളുടെ പിക്കാണ്, പക്ഷെ കൂടെ ആരോ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ആരാന്ന് മനസ്സിലായില്ല. The same dull poses on all romantic photographs.
ഓക്കെ ഷെലോംസിൻ്റെ കമൻ്റാണ്. അവന് ഈ ഇതുപോലത്തെ റൊമാൻറ്റിക് പിക്ചേഴ്സോ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല തോന്നുന്നുണ്ട്. അതിൻ്റെ കമൻ്റാണ്. അവൻ അങ്ങനത്തെ ഒരാളാണ്. ഫുള്ളി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻവെസ്റ്റിഗേഷനൊക്കെ ആയിട്ട് നടക്കണ കാരണമായിരിക്കും അവന് ഇതിലൊന്നും താല്പര്യമില്ലാത്ത. So idyllic. Enjoy your happily ever after before it stales. ഓക്കേ, ഒരു ബുക്ക് കാണാണ്ട്. False idols? Oh, sounds utterly dreary. Hey, Sherry, we need to talk. ഓക്കെ, ജോണിന് എന്തോ പറയാണ്ടെന്ന് പറയണേ. You found false idols. We need to find the remaining two. What does bazooka even mean? Would this paper be good for anything but blowing one's nose on? They're not rubbish, Sherry. There's something more. I'm serious. Very well. I doubt it'll be worth it, but I will find them for you, John. You'll thank me later. They're some of the most imaginative books I've ever read. What did you say? Speaking aloud. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ബുക്ക് കണ്ടില്ലേ. അപ്പോൾ ഇതൊരു സീരീസിൻ്റെ ഭാഗമാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുക്ക് കൂടാതെ ഇനി 2 ബുക്ക് കൂടി ഈ ഒരു സീരീസിലുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതുകൂടി കണ്ടുപിടിക്കണമെന്ന് ജോണിൻ്റെ ഒരു സൈഡ് ക്വസ്റ്റാണ്. ഓക്കെ, ജോണിൻ്റെ അഭിപ്രായത്തിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇമാജിനേറ്റീവ് റൈറ്റിംഗ് എന്നാണ് പറയണത്. ഓക്കെ, എന്തായാലും നമ്മൾ ബുക്ക് വായിച്ചു നോക്കാനൊന്നും പോകണില്ല. നമ്മൾ കണ്ടെത്തിയാൽ അത് ജോണിന് കൊടുക്കും. അതൊരു സൈഡ് ക്വസ്റ്റാണ്. ഓക്കെ, ഇനിയിപ്പോൾ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, അതൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവളോട് ചോദിക്കാം അല്ലേ, ആ ഫോട്ടോയിൽ കണ്ടത് ആരാന്ന് നമുക്ക് ഇവളോട് ചോദിക്കാം അല്ലേ. ലെറ്റ്സ് ഗോ. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. Provide evidence. I found this. Who's this young lad next to you, your faithful knight? Paul. He's my pirate. He's not really a pirate. I just call him that. It probably sounds very silly. Your secret is safe in my hands. Does Paul work somewhere? What is his surname? His name is Paul Perks. He and his yacht Whirlpool are the champions of the Salacia Yacht Club. He sails there. I'll show you where it is on the map if you need to meet him. A yachting champion? Well, that will be a first. I prefer dry land. And so does my suit. യാച്ചിങ് ചാമ്പ്യൻ ആകുമ്പോൾ ഓക്കെ, നമുക്ക് നല്ലൊരു പോയിന്റ് കിട്ടിയിട്ടോ പോളിനെ കുറിച്ചിട്ട്. അപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ടാണ്. അപ്പോൾ പോൾ പെർക്ക് എന്നാണ് പേര്. അപ്പോൾ ആളല്ല, ആളൊരു പ്രൊഫഷണൽ യാച്ച്മാനാണ്. അപ്പോൾ ഹൂ സെയിൽസ് ഇൻ ദി വേൾപൂൾ. അപ്പോൾ ആളുടെ യാച്ചിൻ്റെ പേരാണ് വേൾപൂൾ അറ്റ് സലേഷ്യ യാച്ച് ക്ലബ് ഇൻ സദേൺ ഗ്രാൻഡ് സറേ. അപ്പോൾ സദേൺ ഗ്രാൻഡ് സറയിലുള്ള സലേഷ്യ യാച്ച് ക്ലബിലെ ഒരു സെയിലറാണ്. അപ്പോൾ സെയിലർ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാരണം നമുക്ക് അവിടെ ആ സീനിൽ നിന്ന് കിട്ടിയ കത്തി ഒരു സെയിലറിൻ്റെ ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ആളൊരു പ്രൊഫഷണൽ യാച്ച്മാൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ആളുടെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് സലേഷ്യ യാച്ച് ക്ലബ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആളെ മീറ്റ് ചെയ്യണം. ആളൊരു വേണമെങ്കിൽ നമുക്കൊരു സ്ട്രോങ് സസ്പെക്റ്റാന്ന് പറയാം. അതിൻ്റെ മെയിൻ റീസൺ ആളുടെ കയ്യിലുള്ള കത്തിയാണ്. ഒരു സെയിലർ യൂസ് ചെയ്യണ കത്തി നമുക്ക് അവിടെ നിന്ന് കിട്ടി, ആ സീനിൽ നിന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ, അവൾ ലഗേജൊക്കെ പാക്ക് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. അപ്പോൾ അതിനെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്കാം. These bags of yours, it looks as if you've packed your entire room. Were you planning on going somewhere? My partner and we wanted a change, a fresh start abroad. But now I have to stay here. Here, an orphan. ഓക്കെ, അപ്പോൾ അവനും കൂടിയിട്ട് നാട് വിടാനായിരുന്നു തീരുമാനം, പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവൾ നേരത്തെ പറഞ്ഞു ആനയ്ക്ക് കൊടുക്കുന്ന പരിഗണന പോലും അവൾക്ക് ഇവിടെ കിട്ടിയിരുന്നില്ല എന്ന്. അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും അടുത്തുണ്ടാവും. അപ്പോൾ രണ്ടുപേരും കൂടി പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാനായിരിക്കും ലഗേജ് പാക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അപ്പോഴേക്ക് അച്ഛൻ മരിച്ചു. അപ്പോൾ അതും മുടങ്ങി. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ കണ്ട ബുക്കിനെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്കാം. How can you read something like this? It's hard to swallow, and that's not due to the hard cover. You're hardly serious. Any library without Nabe and Laura is incomplete. If you can read, then these books are an absolute must. Love and adventure. They're about life. Oh, I wasn't aware that exploding pyramids were a part of daily life on Cordona. You haven't seen life, so you might try reading about it at least.
ഓക്കെ, അപ്പോൾ ജോണ് പറഞ്ഞ പോലെ തന്നെ അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ബുക്കാണെന്നാണ് ഷെലോംസിനോട് അവൾ പറഞ്ഞത്. അപ്പോൾ ഷെലോംസ് അത് വായിച്ചു നോക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവനെ ലവ് ആൻഡ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് തീരെ ഇഷ്ടമല്ല തോന്നുന്നുണ്ട്. സോ I have to leave you for now. ഓക്കെ, അപ്പോൾ ഈ റൂമിൽ ഇനി ബാക്കിയൊന്നുമില്ല തോന്നുന്നുണ്ട്. അപ്പോൾ മറ്റേതെങ്കിലും റൂംസ് ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ കറക്റ്റുള്ള റൂമില്ലേ അതൊന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല തോന്നുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഇവിടെ ഒരു ഡോറുണ്ട്. സംഭവം കൊള്ളാല്ലേ. ആളൊരു നല്ലൊരു ആനപ്രേമിയാന്ന് കണ്ടറിയാട്ടോ. കാരണം കൊമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ആ ലാമ്പ് വരെ കൊമ്പുകൾ കൊണ്ടാണ്, ആനക്കൊമ്പ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തത്. നൈസ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്തോ കണ്ടു. ഫേഡഡ് ലെതർ, frequent Nicest use. spot in the room. Mr. Gilded spent hours of his life right here. Staring at an elephant's backside. What a wonderful life. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഗിൽഡൻ്റെ ചെയറാണ്. അപ്പോൾ ഇതിൽ ആൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്, വന്നിരിക്കാറുണ്ട്. കാരണം അതിൻ്റെ ലെതറും കാര്യങ്ങളൊക്കെ നന്നായി ദ്രവിച്ച് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യൂ എങ്ങോട്ടാ വെച്ചാൽ, ഓക്കെ കണ്ടോ, ആനേനെ കെട്ടിയിട്ടിരിക്കുന്ന ആ കേജിൻ്റെ അവിടേക്കാണ് വ്യൂ. അപ്പോൾ ഇയാൾ ആനേനെ നല്ലോണം ശ്രദ്ധിച്ചിരുന്നു എന്നർത്ഥം. അപ്പോൾ നല്ലൊരു കട്ട ആനപ്രേമിയാണ്. ഓക്കെ, അപ്പോൾ എന്തു പറ്റി? അപ്പോൾ ആനയ്ക്ക് തിരിച്ച് ഇങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നാണോ? ഇഷ്ടമായിരുന്നു എന്നാണ് മകള് പറഞ്ഞത്. അച്ഛന് വലിയ കാര്യമായിരുന്നു എന്നാണ് പറയുന്നത് ഗോലിയത്തിന്. ഓക്കെ, ടേബിളും എന്തോ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതെന്താണ്? A relatively functional choice to replace the finger. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഗിൽഡന് ഒരു വിരലില്ലാന്ന്. അപ്പോൾ അതിന് പകരം യൂസ് ചെയ്യുന്ന ഒരു പ്രോസ്തെറ്റിക്സ് ഫിംഗറാണത്. ഓക്കെ, ഇതെന്തൊരു പെർഫ്യൂം ബോട്ടിൽ പോലെ ഉണ്ടല്ലോ. Oh, the pungent stench of an animal. Did Theodore seek some pink elephants with this? ഓക്കെ, അത് പെർഫ്യൂമാണ്, പക്ഷെ വളരെ മോശം സ്മെല്ലാണെന്നാണ് ഷെലോൺസ് പറയുന്നത്. നോട്ട് ഷുവർ. 1868. I think Miss Gilded has barely matured. ഓക്കെ, മകളുടെ ഫോട്ടോ ആണ്, ചെറുപ്പത്തിലെ ഫോട്ടോ. ഓക്കെ, അനദർ ഫോട്ടോ ഫ്രെയിം. 1877. ഓക്കെ, ഗോലിയത്തും ഗിൽഡനും തമ്മിലുള്ള ഒരു ഫോട്ടോ ആണ്, ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ. I think they were closer than you and me, John. I'm hurt. ഓക്കെ, അവർ നല്ല ക്ലോസ് ആയിരുന്നു. അതാണിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇവിടെ ഒരു കൊർഡോണ ക്രോണിക്കിൾ. ഓക്കെ, കൊർഡോണ ക്രോണിക്കിൾ എന്ന് പറഞ്ഞ പത്രത്തിൽ വന്നൊരു ആർട്ടിക്കിളാണ്. എ ലോക്കൽ വെൽത്തി റെസിഡൻറ്റ് തിയോഡർ ഗിൽഡൻ 55 ഹാസ് പർച്ചേസ്ഡ് ആൻ ഇന്ത്യൻ എലിഫൻറ്റ് ഫ്രം എ ട്രാവലിംഗ് സർക്കസ്. ഓക്കെ, അപ്പോൾ ഗിൽഡൻ ഒരു ട്രാവലിംഗ് സർക്കസിൻ്റെ കയ്യിൽ നിന്ന്, സർക്കസ് ടീമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചൊരു ആനയാണ്, ഒരു ഇന്ത്യൻ എലിഫൻ്റാണ് നമ്മുടെ ഗോലിയത്ത് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ ഗിൽഡൻ കമൻഡർ, ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ദർ ഈസ് നോ വൺ ഓൺ ദിസ് ഐലൻഡ് ബെറ്റർ സ്യൂട്ടഡ് ടു പ്രൊവൈഡ് സച്ച് എ കംഫർട്ടബിൾ ഹോം ഫോർ ദിസ് എലിഫൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗിൽഡൻ പൊങ്ങച്ചം പറിച്ചിലാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു ആനേനെ നല്ലൊരു കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു വീടും ഈ ഒരു ഐലൻഡിൽ ഇല്ലാന്ന്. ഓക്കെ, സാധാരണ പണിക്കാർ പൊങ്ങച്ചടിക്കുന്ന പോലത്തെ ഒരു സംഭവം അത്ര തന്നെ. ഓക്കെ, കൊള്ളാം. His second child, an apparent son and heir, I'd say. കൊണ്ട് ആനയുടെ സ്റ്റാച്യൂസ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണാം. ഓ, കട്ട ആനപ്രേമിയാണ്. അപ്പോൾ ഓക്കെ, ഇവിടെ ഒരു മാപ്പ് കാണാണ്ട്. What's so special about this place? Another elephant? ഓക്കെ, മാപ്പിൻ്റെ നടുവിലൊരു What's so സ്ട്രക്ചർ special കണ്ടു. about this place? Another elephant? അതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. A catchy title. ഓക്കെ, ഐവറി ബാത്ത്സ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, എന്തൊരു കൺസ്ട്രക്ഷൻ പോലെ ഉണ്ട് അല്ലേ, കൺസ്ട്രക്ഷൻ പ്ലാൻ പോലെ So ഉണ്ട്. special about this place? Another elephant? ഓക്കെ, മുകളിൽ എന്തോ കാണിക്കണ്ടല്ലോ. പാർട്ട്നേഴ്സ്. A partnership annulled with a single stroke of a pen.
I should take a photograph of the plans. I don't want to carry them around. ഓക്കെ, അതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താ വെച്ചാൽ മുകളിൽ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടി ഗിൽഡൻ എന്ന് പറഞ്ഞത് തിയോഡർ ഗിൽഡൻ ആയിരിക്കും, അത് ഉറപ്പാണ്. പിന്നെ ഗിൽഡൻ്റെ താഴെ ഒരാളുടെ പേര് കൂടി ഇതിന്, പക്ഷേ റെഡ് മഷി കൊണ്ട് അത് വെട്ടിട്ടുണ്ട്. ഓക്കെ, അത് ആരുടെ പേരാണെന്ന് മനസ്സിലാവണില്ല. ഓക്കെ, എന്തായാലും ഇത് ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട്. ഫോട്ടോ കറക്റ്റ് ആയില്ല. ഓക്കെ, ഇടാൻ. ഓക്കെ, ഒരു ഫോട്ടോ കൂടി. Mother. It's nice to see her young and smiling. Wow, beautiful. ഓക്കെ, അമ്മയുടെ ഫോട്ടോ ആണ്. അപ്പോൾ നോക്കട്ടെ. ടിയോ, വയലറ്റ് ആൻഡ് സിഗർ. ഓക്കെ, അപ്പോൾ ആ ഇരിക്കുന്നത് ഇവൻ്റെ അമ്മയാണ്. റൈറ്റ് സൈഡിൽ ഇവൻ്റെ അച്ഛൻ സിഗർ ഹോംസ്, പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ തിയോഡോർ ഗിൽഡൻ. ഓക്കെ, അപ്പോൾ ഷെർലോക്ക് ഹോംസിൻ്റെ ഫാമിലിയും ഗിൽഡനും തമ്മിൽ നല്ല കണക്ഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ആള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അമ്മേനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുണ്ടാവണം. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. ആള് അപ്പളേക്ക് മരിച്ചു. Mother. ഓക്കെ, It's nice to see her young and smiling. From before Mycroft was born, our family loves to prod at the past. Holmes's desire to rake up the past is hereditary. Quite the spectrum, from the history of the Roman Empire to conspiracy theories of the French Revolution. ഓക്കെ, ആളുടെ കയ്യിൽ നല്ലൊരു കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ റോമൻ എംപയറിൻ്റെ ഹിസ്റ്ററി മുതൽ കോൺസ്പിറസി തിയറി ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻസ് വരെ ആളുടെ കളക്ഷനിലുണ്ട്. ഓ, ആള് നന്നായിട്ട് ബുക്സും വായിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കട്ടെ. നമുക്ക് ആ മാപ്പിനെ കുറിച്ച് അവളോട് ചോദിച്ചാലോ, മകളോട് ചോദിച്ചാലോ? നോക്കി നോക്കാം. കാരണം അതിലൊരു പാർട്ട്ണറിൻ്റെ പേര് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റി അവൾക്ക് എന്തെങ്കിലും അറിയുണ്ടാവണം. അച്ഛനായിട്ട് വരയ്ക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ അവൾക്ക് അറിയാതിരിക്കില്ല. അപ്പോൾ അതൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, provide evidence. A Swift, is this name familiar to you? Your father had it removed A from Swift. this plan. അങ്ങനെയാണ് കണ്ട്. That's Arthur Swift. I've Arthur seen him Swift. a couple of times here. He works with my father in the old city, digging up something ancient. He is an archaeologist? That's the word, yes. But to be truthful, I really don't think Mr. Swift is fit to be one. I've just learnt a lot about archaeology from my favourite book series. Oh, they are page-turners. Inspirational, I'm sure, but would you happen to know where this Mr. Swift might be found? I don't, but perhaps you can find out somewhere. My father's work with him is all official. Lots of boring legal papers with signatures and stuff. ഓക്കെ, അപ്പോൾ ആ പേര് വെട്ടിയിട്ട പേര് എ സ്വിഫ്റ്റ് എന്നാണ് മാപ്പിൽ കണ്ടത്. അപ്പോൾ ഫുൾ നെയിം ആർതർ സ്വിഫ്റ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ ഗിൽഡനുമായി ഒരു ബിസിനസ് പാർട്ട്ണറായിരുന്നു നമ്മുടെ ആർതർ സ്വിഫ്റ്റ്. അപ്പോൾ അവർ ഒരു ഐവറി ബാർട്സ് എന്ന് പറഞ്ഞൊരു എന്തോ പ്രൊജക്റ്റിൽ ബിസിനസ് പാർട്ട്നേഴ്സായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ആർതർ സ്വിഫ്റ്റിൻ്റെ മെയിൻ ജോബ് എന്താ വെച്ചാൽ ഒരു ആർക്കിയോളജിസ്റ്റാണ്. ഓക്കെ, ആർക്കിയോളജിസ്റ്റ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഇവനെയും സംശയിക്കാം അല്ലേ, ആർതർ സ്വിഫ്റ്റിനെയും സംശയിക്കാം. കാരണം ജോബുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഇവൻറ്റോ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഒരാളെ കൊല്ലാനുള്ള മോട്ടീവൊക്കെ വരാം. പക്ഷേ ഇതിൽ ആനയുടെ ഇൻവോൾവ്മെൻറ്റ് വന്നതാണ് ആകെ കൺഫ്യൂഷൻ വരുന്നത്. എനിവേസ്, നമ്മുടെ ടോപ്പ് സസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോളാണ്. കാരണം അവനൊരു സെയിലറാണ്. നമ്മൾ ആ സെയിലറിൻ്റെ നൈഫ് അവിടെ നിന്ന് കാണുകയും ചെയ്തു. പിന്നെ മാത്രമല്ല, മകളായിട്ടൊരു കണക്ഷനും ഉണ്ട്. അത് ചിലപ്പോൾ അച്ഛനെ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പോളിൻ്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട് എവിഡൻസ് ആയിട്ട്. ഓക്കെ, പ്രൊവൈഡ് എവിഡൻസ്. ഇനി എന്തെങ്കിലും? ഓക്കെ, നമ്മൾ അവിടെ ഒരു പെർഫ്യൂം കണ്ടു. അതിനൊരു വളരെ മോശം സ്മെല്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചു. And which part of the elephant is in here? It's quite pungent. Oh, that. It's elephant sweat. Father believed that it Elephant might sweat, replace ah. traditional Adipoli. ambergris. Well, that's true entrepreneur ഓ, spirit. ഇമാതിരി ആനപ്രാന്തം ഉണ്ടാവോ? അതായത് നമ്മുടെ ആനയുടെ വിയർപ്പാണ് ഇത്ര അതിൻ്റെ ഉള്ളിൽ. ഓ, വല്ലാത്ത സ്മെല്ലായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പോളിന് പോയി കാണല്ലേ, അതായിരിക്കും ബെറ്റർ. പോളിനെ എവിടെ പോയി തപ്പും? പോളിൻ്റെ ലൊക്കേഷൻ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതല്ല സെലേഷ്യ യാച്ച് ക്ലബ്. ഓക്കെ, നൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഫാസ്റ്റ് ട്രാവൽ ചെയ്യാം. ഓക്കെ.
ലെറ്റ്സ് ഗോ. Extra, extra! Look ആരോ ഓടണം അവിടെ. എത്താറായോ? ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റാണ്. ഇതല്ല ക്ലബ്ബ്? ഇതന്നെ ക്ലബ്ബ് എനിക്ക് തോന്നുന്നു. ഡോറൊന്നും ഇല്ലേ? ഓക്കെ, താഴെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റാണാവോ? നോ വുമൻ അലൗഡ്, നോ സ്മോക്കിംഗ് ഇൻ ദി വർക്ക്ഷോപ്പ്, ക്ലീൻ അപ്പ് ആഫ്റ്റർ യുവർ സെൽഫ്, ഓൺലി ഡ്രൈ ഷൂസ്. ഓക്കെ, അതിൻ്റെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെയാണ്. Excuse me, just one question. That's a question I പോളിനെ can കണ്ടോ? answer. പോൾ പെർക്സ്. ഓക്കെ, ആൾക്കറിയാം പോൾ എവിടെയാണെന്നുള്ള ആൾക്കറിയാം. യാച്ച് ക്ലബ് മെമ്പേഴ്സ് മെൻഷൻ ദാറ്റ് പോൾ മിസ്ഡ് ദി റേസ് ആൻഡ് നോ വൺ ഹാസ് സീൻ ഹിം സിൻസ് മോർണിംഗ്. ഹി മൈറ്റ് ബി ഇൻ ഹിസ് റൂം ഇൻ ദി വർക്ക്ഷോപ്പ് സൗത്ത് ഓഫ് ദി യാച്ച് ക്ലബ്. ഓക്കെ, അപ്പോൾ പോൾ ഒരു റേസ് മിസ്സാക്കിന്ന്. അപ്പോൾ അതിന് ശേഷം രാവിലെ മുതൽ ആളെ കാണാനില്ലെന്ന്. ചിലപ്പോൾ ആൾ വർക്ക്ഷോപ്പിലുണ്ടാവും, ആളുടെ വർക്ക്ഷോപ്പിലുണ്ടാവും. അപ്പോൾ വർക്ക്ഷോപ്പ് എവിടെയാണ്? സൗത്ത് ഓഫ് ദി യാച്ച് ക്ലബ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതാണ് യാച്ച് ക്ലബ്. അതിൻ്റെ സൗത്ത് എന്ന് പറയുമ്പോൾ ഓക്കെ സ്ട്രേറ്റ്. ഓക്കെ, ഇതായിരിക്കും എന്ന് വിചാരിക്കല്ലേ. ഓക്കെ, ഇതന്നെ ബോട്ട് വർക്ക്ഷോപ്പ്. അടിപൊളി. കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ടേ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വരാണ്. അതൊരു എവിടെയും സ്റ്റക്ക് ആവണില്ല. നമുക്കെന്നാൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, വേൾപൂൾ. ഓക്കെ, അപ്പോൾ ഇത് പോളിൻ്റെ യാച്ചായിരിക്കും. കാരണം ആളുടെ യാച്ചൻ്റെ പേരായിരുന്നു വേൾപൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് സൂം ചെയ്ത് നോക്കാം. The champion's whirlpool. Pool's bread and butter. ഓക്കെ, അപ്പോൾ ഇത് പോളിൻ്റെ യാച്ച് തന്നെയാണ്. അതുമേ വേൾപൂൾ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഓക്കെ, സ്റ്റോറേജ്. ഓക്കെ, ഇവിടെ ഒരു സംഭവമുണ്ട്. A foghorn to navigate and warn others at sea. It should have a warning to cover your ears. ഓക്കെ, ഫോഗ് ഹോൺ. അപ്പോൾ സംഭവം മനസ്സിലായില്ലേ? അതായത് ഇവർ യാച്ചിങ് നടത്തുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ കടലിലേക്കൊക്കെ പോകുമ്പോൾ ഫോഗൊക്കെ വരും. അപ്പോൾ ഫോഗ് ഉണ്ടെങ്കിൽ നമ്മുടെ വിസിബിലിറ്റി കുറയും. അപ്പോൾ മറ്റുള്ള യാത്രക്കാർക്ക്, അതായത് മറ്റുള്ള യാച്ചിങ് യാത്രക്കാർക്കൊക്കെ വാണിംഗ് കൊടുക്കുന്ന ഒരു ഹോണാണ്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, ഓരോ വർഷവും ഏതൊക്കെ യാച്ചാണ് ജയിച്ചെന്നുള്ളത് കേട്ടോ, ചാമ്പ്യനെ. ഓക്കെ, 1861 വൽഹല്ല, 1870 ഹണിബോൾ, 1874 സഫർ, 1866 സെറീനിറ്റി, 1873 കട്ടിൽ ഫിഷ്. ഓക്കെ, അപ്പോൾ റീസെൻറ്റ് ഇയറിലാണ് നമ്മുടെ 1877 നമ്മുടെ പോളിൻ്റെ വേൾപൂൾ യാച്ചാണ് വിജയിച്ചത്, ചാമ്പ്യനായത്. ഓക്കെ, നൈസ്. ഓക്കെ, ഇത് ഓപ്പണബിൾ അല്ല. ഓക്കെ, ഐ ക്യാൻ സീ സംതിങ്. Bloodied bandages. Has someone been hurt? ഓക്കെ, അപ്പോൾ പോളിലേക്കുള്ള നമ്മുടെ സംശയങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവിടെ കുറച്ച് ബാൻഡേജസ് ആണ്, അതിൽ ബ്ലഡിൻ്റെ സ്റ്റെയിൻ കാണാണ്ട്. ഓക്കെ, അപ്പോൾ ഇവനെ എതിരുള്ള തെളിവുകളിപ്പോൾ കുറച്ച് കൂടിയുണ്ട്. ഇപ്പോൾ ആദ്യം നമ്മൾ സെയിലേഴ്സ് നൈഫ് കണ്ടു. ഇവനൊരു സെയിലറാണ്. അപ്പോൾ സെയിലർ നൈഫ് അവിടെ നിന്ന് കിട്ടി. പിന്നെ മകളായിട്ടൊരു കണക്ഷൻ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ബ്ലഡ് ബാൻഡേജും നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. വേൾപൂൾ. അപ്പോൾ ഇത് ഓഫീസായിരിക്കും അല്ലേ? Champion hide a key. ഓക്കെ, ഇതിന് കീ ഇല്ല. ഓക്കെ, ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട്. സ്ലൈഡ്ലി ക്രൂക്ഡ്, റീസെൻ്റ്ലി റിമൂവ്ഡ്. ഓക്കെ, നോക്കട്ടെ കേട്ടോ. ഓക്കെ, മറ്റുള്ള നെയിം പ്ലേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ച് വ്യത്യാസമുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ ഇത്
കറൻ്റ്ലി റിമൂവ്ഡ് എന്നാണ്. ഓക്കെ നൈസ്. അപ്പോൾ അതിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ആ ഓടെ അവിടെ ഒരു ബ്ലഡ് സ്റ്റെയിനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വാവ് ബ്യൂട്ടിഫുൾ. ഒരു കീയും കിട്ടിയിട്ടാ. അത് ഓഫീസിൻ്റെ ആയിരിക്കും. I hope Paul is more skilled at yachting than he is at hiding keys. ഓക്കെ അടിപൊളി. നോക്കട്ടെ ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ ബാൻഡേജസ് നമ്മൾ കണ്ടതാണ്. ഇതെന്താ? To earn big, you have to spend big. ഓക്കെ അവൻ്റെ യാച്ചിൻ്റെ ഡയഗ്രാംസ് ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കുകയാണെങ്കിൽ ടു എക്സ്പെൻസീവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ യാച്ച് പണിയാനുള്ള ഒരു ഡയഗ്രാമാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്സിന് കാര്യങ്ങൾക്കൊക്കെ നല്ല ക്യാഷ് വേണം തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കുമോ നമ്മുടെ ഗിൽഡൻ്റെ മകളെ വളയ്ക്കാൻ നോക്കണേ. ഓക്കെ so we are looking for Paul. Most probably he must be the guy. അവൻ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ അപ്പോൾ ഒരു ക്ലൂ ഉണ്ട്. ഇനി 3 ക്ലൂ കൂടിയും ബാക്കിയുണ്ട്. ഇതെന്താ? സെലേഷ്യ ബുക്ക് മേക്കേഴ്സ് ടൂർണമെൻറ്റ് റേസ്. ഓക്കെ അവൻ പങ്കെടുക്കുന്ന റേസിലൊക്കെ ബെറ്റ് വെച്ചിരുന്നു. ഓക്കെ കൊള്ളാം. An interesting place for a message to a champion. Okay, എന്തോ An മെസ്സേജ് interesting ആണ്. place for a message to a champion. Okay, you do not get to back out of our deal. You do not get to leave on a whim. We need you to get your fresh leaves for our tea party. If you have any questions, the boys will be keeping an eye on you at the race. Okay, അപ്പോൾ പോളിന് ആരോ ആയിട്ട് എന്തോ ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ലീവ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതെന്തെങ്കിലും കൈൻഡ് ഓഫ് എനി ഡ്രഗ് എന്തെങ്കിലും ആയിരിക്കുമോ? നോട്ട് ഷുവർ. എന്തോ ഡീലിങ്സ് ആരോ ആയിട്ട് പോളിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് പോളിനോട് അവർ താക്കീത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചാൽ അവരുടെ ആൾക്കാർ എപ്പോഴും ഇവൻ്റെ മേത്തൊരു കണ്ണുണ്ടെന്ന്. അപ്പോൾ സംതിങ് ഈസ് എനിക്ക് തോന്നുന്നു ഇവൻ എന്തോ ഇല്ലീഗലായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നടത്തുന്നുണ്ട് തോന്നുന്നുണ്ട്. An interesting place for a message to a champion. Okay, next clue. Old betting slips. Paul always bets on Whirlpool. One victory after another. Additional earnings to sweeten the victory. ഇനിയൊരു ക്ലൂ കൂടി ഉണ്ട്. ഓക്കെ ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട്. യു ഗോംലെസ് ഗില്ലി വെറ്റ് ഫുഡ് ത്രെട്ടൻസ് ഇൻ എൻവലപ്പ്. അതാണ് ടൈറ്റിൽ. യു തിങ്ക് യു ക്യാൻ ലീച്ച് ഓഫ് മൈ ഫാമിലി, സ്റ്റീൽ മൈ മണി, എക്സ്പ്ലോയിറ്റ് മൈ ഡോട്ടർ. ദിസ് എൻഡ്സ് ടുഡേ. യുവർ കരിയർ ഈസ് ഓവർ. ഐ ഷാൽ ഗീവ് യു വൺ ഫൈനൽ വാർണിംഗ്. ഇഫ് യു റെഫ്യൂസ് ടു കോപ്പറേറ്റ് യു വിൽ ഫൈൻഡ് യുവർ സെൽഫ് ഇൻ ഡീപ്പ് വാട്ടർ. ഓക്കെ അടിപൊളി. അപ്പോൾ ഗിൽഡൻ്റെ ഒരു ഭീഷണി ലെറ്ററാണ് അവർക്ക് പോളിനെ. അതായത് അവൻ നമ്മുടെ മണി, അതായത് മകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും പിന്നെ പണം അടിച്ചു മാറ്റാമെന്നുള്ള ചിന്ത അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതോടെ അവസാനിപ്പിച്ചോളാം എന്നാണ് പറയണത്. ഇത് ഫൈനൽ വാർണിംഗ് ആണ്. ഇതിൽ അനുസരിച്ചില്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന പറയണത്. അടിപൊളി. അപ്പോൾ ഏകദേശം ഉറപ്പിക്കാമല്ലേ? നമുക്ക് ഇവനെ ഉറപ്പിച്ചാലോ? അല്ല അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാ തെളിവും വേണം. Mr. Gilded wasn't afraid to get his hands dirty. അപ്പോൾ ഗിൽഡനെ കൊല്ലാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ പോളിനെ ചുറ്റുപാടും ഉണ്ട്. അടിപൊളി. ഓക്കെ എനിത്തിങ് എൽസ്? An expensive set of tools for woodwork. An amateur wouldn't know how to use these. ഓക്കെ ടൂൾസാണ്, വുഡ് വർക്കിനുള്ള ടൂൾസാണ്. അത് ചിലപ്പോൾ നമ്മുടെ ഇവൻ്റെ യാച്ച് പണിയാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ആയിരിക്കും. കാരണം അതിൽ കൂടുതലും വുഡ് വർക്കും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് യാച്ചിൽ. ഇതെന്താ? A box full of darts. Each has a needle and can be loaded with drugs. ഓക്കെ അപ്പോൾ ആ ബോക്സ് ഫുള്ളും ഡാർട്സ് ആണ്. ഈ എറിയണ സംഭവം ഇല്ലേ, ടാർജറ്റ് നോക്കിയിട്ട് എറിയണ സംഭവം,
അപ്പോൾ അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ബാക്കിൽ നമുക്ക് ഡ്രഗ്സ് ഫില്ല് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ട്. അടിപൊളി. അപ്പോൾ അതാണ് ഇവനെ ഡ്രഗ് ഡീലിംഗ് ഉണ്ട് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. ഇതെന്താ? Shipbuilding, shipwrights tricks, sail weaving. ഓക്കെ, അപ്പോൾ കപ്പൽ പണിയുള്ള ട്യൂട്ടോറിയൽസൊക്കെ അടങ്ങിയൊരു ബുക്കാണ്. അപ്പോൾ ഡ്രഗ് ഡീലിങ്ങിൽ അവൻ ഉണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം എന്താ വെച്ചാൽ ഇവനെ പണത്തിന് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ഡ്രഗ് ഡീലിങ്ങും കാര്യങ്ങളൊക്കെ. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് നോക്കട്ടെ. ഇത് ഇല്ല, ഇവിടെ എല്ലാ ക്ലൂവും കിട്ടിയിട്ടില്ല. വി ആർ മിസ്സിങ് സംതിങ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, വി ഗോട്ട് സംതിങ്. ടീ കാഡി. ഓക്കെ, എന്താണ്? നോക്കട്ടെ, മനസ്സിലായില്ല. ഇത് ഡ്രഗ്സ് ആണ്. Undeniably psychotropes. Not for toothache, I think. ഓക്കെ, A typical tea tin. I wonder what he has for biscuits. നമ്മളെല്ലാ എവിഡൻസ് കളക്ട് ചെയ്തല്ല. നോട്ട് യെറ്റ്. Oi! Hands off my possessions before you lose your fingers. പേടിപ്പിച്ച്. Are you illiterate? The Okay. rules are written everywhere. Ah, Mr. Perks, the cabin boy himself. Champion, അടിപൊളി. you mean? I was right. You are illiterate. I think a couple of shiners might teach you. One last chance. Who are you? ഓക്കെ, അപ്പോൾ അതേ പോൾ പേർക്ക് എത്തിയിട്ടാണ് നമ്മുടെ മുമ്പിൽ. അടിപൊളി. ഐ ആം മിസ്റ്റർ ഗിൽഡൻസ് ഫ്രണ്ട്. ഓക്കെ, അങ്ങനെ പറയാല്ലേ. അതോ ഐ ആം ഇമോഗൻസ് ഫ്രണ്ട് എന്ന് പറയുന്നത് വേണ്ട. ഇതിൽ കള്ളം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ആം മിസ്റ്റർ ഗിൽഡൻസ് ഫ്രണ്ട്. കള്ളം നമുക്ക് പറഞ്ഞു നോക്കിയാലോ ഇമോഗൻസ് ഫ്രണ്ട് എന്ന്. I'm Sherlock Holmes, a friend of our mutual acquaintance, Miss Imogen. Look, you artichoke. Imogen has no friends. Except for me. If you must try to insult people, it's better to know the meanings of the words that you're using. You fancy you could teach a sailor to swear? Go ahead. Show me how inventive you are. Stand still for a moment. ഓക്കെ, അപ്പോൾ അവനൊന്ന് ഒബ്സർവ് ചെയ്യണം. ഓക്കെ, സ്മൂത്ത് ആഡംസ് ആപ്പിൾ ഫീമെയിലോ? റിയലി? ഇതിപ്പോൾ ആണല്ലേ? ഓക്കെ, അപ്പോൾ സ്മൂത്ത് ആഡംസ് ആപ്പിൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അത് സ്മൂത്ത് ആണെങ്കിൽ അത് ഫീമെയിൽ ആണെന്ന് അർത്ഥം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ ഫീമെയിൽസിന് അത് സ്മൂത്ത് ആയിരിക്കും, ആണുങ്ങൾക്ക് അത് എടുത്ത് കാണിക്കുന്നതാണ് ഞാൻ കണ്ടത്. അത് ശരി, ഇവൻ വേഷം മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇവനല്ല ഇവള്. അടിപൊളി. ഓക്കെ, സോ വാട്ട് വി ഗോട്ട്? ഇൻട്രസ്റ്റിംഗ്. ഇവൻ ചില്ലറക്കാരനല്ല. അപ്പോൾ ഇവനല്ല ഇവള്. ബാൻഡേജ്ഡ് ആം, പേ ബാക്ക് ഓർ ആക്സിഡൻറ്റ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ ആക്സിഡൻ്റ് ആവാം, ഇല്ലെങ്കിൽ പേ ബാക്ക് ആവാം. ഓക്കെ, ബാൻഡേജ്ഡ് ആം, കയ്യിൽ ബാൻഡേജ് കെട്ടിയിട്ടുണ്ട്. പേ ബാക്കാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗിൽഡനെ കൊല്ലാനുള്ള ഒരു പേ ബാക്ക്. ഇല്ലെങ്കിൽ ഇവൻ്റെ ജോലി സംബന്ധമായി എന്തെങ്കിലും വന്ന ആക്സിഡൻ്റ് ആയിരിക്കാം. ഓക്കെ, അത് അടുത്ത ക്ലൂ. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് ഹിറ്റ് സംതിങ് ഹാർഡ്. ഓക്കെ, സ്വലൻ എൽബോ. കൈമ നീര് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഷട്ടിലേക്ക് തെറിച്ച് വീണപ്പോൾ പറ്റിയതായിരിക്കണം. അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മുടെ വഴിക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഓക്കെ, ഇവനെപ്പോൾ ഞാൻ അകത്താക്കും. നോക്കിക്കോ. വൈഡ് ഹിപ്സ് ആൻഡ് തിക്സ്. ഓ, ഡെവലപ്ഡ് ഫീമെയിൽ ബോഡി. അടിപൊളി. വേഷം മാറി നിൽക്കാൻ എത്ര കാലം പറ്റും അത്? ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. പോൾ പേഴ്സ് ഈസ് എ വുമൻ ഹു ഡിസ്ഗൈസസ് ഹെർസെൽഫ് ആസ് എ മെൻ ടു അച്ചീവ് എ ഹയർ സോഷ്യൽ പൊസിഷൻ. ഷീ യൂസസ് ദി പ്രിവിലേജസ് ഓഫ് മെൻ ടു പെർസ്യൂ ഹെർ പേഴ്സണൽ ഗോൾസ്. ഓക്കെ, അപ്പോൾ ഒരു ആണായിട്ട് വേഷം കെട്ടി വന്നിരിക്കുകയാണ്. കാണാം, ആണുങ്ങൾക്ക് കുറച്ചുകൂടി പ്രിവിലേജസ് ഉണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രൊഫഷണൽ യാച്ച് വുമൻ കൊടുക്കണോ, പ്രൊഫഷണൽ സ്മഗ്ലർ എന്നുള്ള സംഭവം കൊടുക്കണോ? എനിക്ക് തോന്നുന്നു സ്മഗ്ലർ ആവാൻ ചാൻസ് ഇല്ല. കാരണം അവൻ യാച്ച് വുമനാണ്. കാരണം സ്മഗ്ലിങ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ക്യാഷിന് വേണ്ടിയിട്ടാണ്.
അവൻ്റെ യാച്ച് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാഷിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ പ്രൊഫഷണൽ യാച്ച് വുമൻ ആണ് ബേസിക്കലി. അപ്പോൾ അത് കൺഫേം ചെയ്യാം. I'm impressed by how well a woman can handle a yacht and endure so many hardships on the open sea. The revelation of your nature could well humiliate so many rich men here, not to mention how you have broken the rules. But I understand. You've done this to forge a real career in the sport. But tell me something. Has no one asked you why you don't grow a beard? Shh! Have you been following me? You better not be wanting to end my career, because I swear you'll regret it if I get outed. Damn you, Paul. I'm sick of... ഫൈറ്റ് Who's ഉണ്ടാ. this peacock? Does he know who I am? I definitely know who you are not. You're not a dictionary reader, at least. അടിപൊളി. I wanted to see how you... pals interact with each other ഓ in ഫൈറ്റ് your ഫൈറ്റ് natural ഫൈറ്റ്. habitat. ഓ ഗ്രേറ്റ്. But I'm afraid I have to interfere. Oh, that was really nice. ആ ഒരു സീക്വൻസ്. Nice. One down. Take a rest, my friend. കത്തി എറിയുന്നത് ഒരു പ്രശ്നമാണ്. No crime for you until next month. Yes. Good job. Take a rest, my friend. തീർന്നാ? Oh, that was tough. ഒരാളെ കൊല്ലേണ്ടി There's no വന്നു. reward for risking our lives. Paul's explanation will suffice. Oh. അടിപൊളി. ആരും കൊല്ലാതെ നോക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ നടന്നില്ല. No talk. Your fellow mariners have a strange way of showing hospitality. They were not my friends. Are you sure? I would rather risk my neck for someone who's at least honest and thankful. Perhaps then don't enter ഇവളുടെ someone's friend life and be അല്ലാന്നാണ് so പറയുന്നത്. judgmental, അവരൊന്നും. pretending you're better than they are. Then give me your perspective and allow me to see through your eyes. Where were you this morning? What were you doing this morning, Miss Perks? Don't call me that. I'm a champion. I was sailing. The other club members told me that you missed the race this morning. Do champions not need to practice? You've talked with them already. No, I wasn't racing. I visited the doctor after that attack on me. And then I had to honor the deal with the bandits you just took care of. ഓക്കെ, അപ്പോൾ അവൻ ഡോക്ടറെ കാണാൻ പോയതാണ് ഒരു പ്രശ്നത്തിന് ശേഷം. അപ്പോൾ അവരെയാണ് ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്തത്. ഈവനായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരെയാണ് നമ്മളിപ്പോൾ ഫൈറ്റ് ചെയ്തത്. I tried to tell you before, but your partners interrupted. Have you heard the news? Theodore Gilded is dead. Do you have anything to say? Well, what a shock. To me, he was an angry old ogre. Good riddance. Was it Goliath that killed him? Okay, even Did he അറിയില്ല എന്ന് crush പറയണേ. him? അടിപൊളി. Break his bones? Come on, tell me. I want all the details. You have an unusual way of showing grief. Imogen wouldn't appreciate that. But yes, the animal could have been involved. It's poetic in a way, isn't it? It takes a beast to kill a monster. I wish I could have been that elephant. ഓക്കെ, ഇവനല്ലാന്ന് പറയണ. അപ്പോൾ അടിപൊളി. അപ്പോൾ നമ്മൾ ഇത്രയും ക്ലൂസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത് കാര്യമില്ല. ഇവൻ്റെ വർത്തമാനം കേട്ടിട്ട് ഇവനല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം സ്ട്രേറ്റ് ഫോർവേഡാണ് ഉത്തരങ്ങളൊക്കെ. You are asking for trouble. You're asking for trouble with this smuggling business. You'd better leave it before they smuggle you out in a barrel. Don't patronize me. I've only ever had trouble with law-abiding citizens like Gilded and you, never bandits. So ask me anything you want, and then get out of my sight. Okay, I found the place where I was attacked by criminals who were after Paul. He owes me an explanation.
Okay. I don't know what this means. Character portrait. I see no reason to disclose to anyone other. She is a fearless young woman and will not give it up. I don't know what this means. Okay, you do not get to back out of our deal. You do not. You smuggle illicit psychotropes on your yacht. Not a delivery for the hospital, I'm sure. Of course not. I've had to cut corners to earn some money. How might a person afford to pay പൈസ for a ഉണ്ടാക്കാൻ yacht in an വേണ്ടിയിട്ടാണ് honest way? ഡ്രഗ്സും കാര്യങ്ങളൊക്കെ I ചെയ്തത്. don't know, although I'm smart. The buyers are my customers. Adults who are willing to pay for their pleasure, or weapons for jewels. Whatever they want me to deliver. Nothing criminal. Well, it's your lucky day. I'm not here because of smuggling. Have you tasted this tea yourself? I wouldn't have been a champion if I had used it. It's just a side business that keeps my career afloat. It's quite expensive to compete in yachting. Sometimes I cut corners. Such as fixing whirlpool yourself? Exactly. And sometimes I just have to pay. That's how I earn money. I don't sell slaves or take the last mangear from a poor family. ഓക്കെ, അവൻ്റെ റീസൺസൊക്കെ കറക്റ്റാണ്. അവൻ ഇതുവരെ ഡ്രഗ്സോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. എന്തൊക്കെ ഗുഡ്സാണോ അത് എന്ത് ഗുഡ്സ് ആണെങ്കിലും അവൻ അവർ പറയണോർത്തേക്ക് എത്തിക്കും. അത്ര അവൻ്റെ ജോബുള്ളൂ. അതിനെ അവൻ പണം മേടിക്കും. അല്ലാതെ അവൻ ആർക്കും ആ സംഭവങ്ങളൊന്നും യൂസ് ചെയ്തിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പാവങ്ങളെ റോബ് ചെയ്തിട്ടുള്ള പരിപാടിയോ കാര്യങ്ങളൊന്നും അവൻ ചെയ്യാറുമില്ല എന്ന് പറയണം. അപ്പോൾ ഹീ സീംസ് ടു ബി എ ഗുഡ് ഗൈ നൗ. അടിപൊളി. നമ്മൾ ഇത്രയും നേരം വിചാരിച്ചത് അവനായിരിക്കുന്ന. Look what I found. A box full of darts. Hey, that's mine. I confiscated it. These darts appear to be filled with something. Poison? How powerful is it? It's strychnine. Enough to instantly kill a small rodent. I haven't tried it on a human. Yet. I hope you know what you're doing. Could it immobilize a larger animal, say, an elephant? I've never tried, but I have wondered. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്. ആ ഡാർട്സൊക്കെ ഇവൻ്റെ തന്നെയാണ്. പക്ഷെ അതിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്ന് പറഞ്ഞത് എലികളെ കൊല്ലാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ എന്ന്. ആനയുടെ മുകളിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അടിപൊളി. ഓക്കെ, അപ്പോൾ ഈ ലെറ്ററിനെ കുറിച്ച് ചോദിക്കാം. അതായത് ഗിൽഡൻ്റെ ഒരു ഭീഷണിയുള്ള ലെറ്റർ ഉണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ച് It ചോദിക്കാം. seems as though Theodore Gilden hung a sword of Damocles over your life and career. Were these only words or something more serious? Check my forearm. Pulled muscles and bruises. Small cuts. Nothing that you could call serious. I doubt that a man in his late 50s could wrestle you. It wasn't him. He behaved like a rat and hired brutes. His boys tried to lock my hands behind my back, but I was faster and I escaped. Was he so protective of his daughter, or was it your feminine secret that provoked him? My guess is that he was protecting his property. As he saw it, he owned Imogen, and he treated her like a piece of furniture. He didn't want his daughter to be loved by anyone. What's more painful is that Theodore didn't allow me to love his daughter. Typical. I'm not sure that your relationship with Imogen could be described as typical. Are you afraid of a woman in trousers? Now that's typical of men. ഓക്കെ, സംഭവം വേറൊന്നുമില്ല. ആ ഭീഷണിയുടെ ഒരു കാര്യം എന്താ വെച്ചാൽ മകളായിട്ടുള്ള റിലേഷൻഷിപ്പ് അവനെ ഇഷ്ടമല്ലായിരുന്നു ഗിൽഡനെ. അതുകൊണ്ടാണ് ആ ഒരു ഭീഷണിയുടെ ലെറ്റർ മാത്രമല്ല ആൾക്കാരെ വിട്ട് കൊല്ലാന്ന് നോക്കിയെന്ന്. പക്ഷേ ഇവൻ്റെ ആ ഒരു കഴിവ് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് പറയണത്. ഓക്കെ, ബുക്കിനെ കുറിച്ച് ചോദിക്കാം. അവൻ്റെ ഓഫീസിൽ നമ്മൾ ഈ ബുക്ക് കണ്ടെത്തി. ആ ട്രയോളജി ഉണ്ടല്ലോ, ബസുക്കോളജി ട്രയോളജി, അതിനെ കുറിച്ചൊന്ന് Between ചോദിക്കാം. yachts, darts, and notes from bandits, I've discovered many fascinating facts about you. But this, an installment of Nabe and Laura's adventures. Why did you sully your library with this? It's a gift from Imogen. I didn't buy it. I might have turned a couple of pages, but nothing more. I swear. I will give you the benefit of the doubt, but your literary taste has put you on my blacklist. ഓക്കെ, അത് ഈ മകൻ കൊടുത്ത ഗിഫ്റ്റ് ആയതുകൊണ്ട് കയ്യിൽ വെച്ചിരിക്കണമെന്ന് മാത്രം. അത് വായിച്ചിട്ടോ പിടിച്ചിട്ടോ ഒന്നും ഇല്ല എന്ന് പറയണം. A charming picture. I've heard that champions do often pose with their trophies. Cheeky. It is a lovely trophy, though. I'm sure you will agree. What is it that you like most about her? Her naivety? Her father's money?
a somewhat difficult choice. Especially now that her father is out of the equation. Okay. I don't know what you're suggesting. A. Swift. Are you familiar with this name? The Are the gentleman Swift had and business Ariana with Mr. ചോദിക്കണേ? Gilded. Likely just another strange and wrinkled fellow like old Gilded was. Perhaps this Swift person has a rhino, and they wanted to see which pet was stronger. In other words, I don't know who he is, but I bet he's crazy like Theodore. I doubt that court owner has ever Okay. boasted a battle arena for that size of mammal. You have an interesting imagination. ഓക്കെ അപ്പോൾ ഗിൽഡൻ്റെ പോലെ തന്നെ ഒരു ക്രേസി ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് നമ്മുടെ ആർതർ സ്വിഫ്റ്റും. ഓക്കെ പാക്ക്. അപ്പോൾ ഇനി അവർ നമ്മുടെ ഈ മകൻ ബാഗൊക്കെ പാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മകൻ പറഞ്ഞത് ഇവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് വിടാനുള്ള പ്ലാനായിരുന്നു. ഓക്കെ, അതൊന്നും Imogen ചോദിച്ചോക്കാം. doesn't strike me as an industrious young lady, so I find it strange that she was busy packing up all her belongings when Mr. Gilded died. That's some favourable wind in your sails, isn't it? Is it so suspicious that a couple might embark on a trip? I wanted to thank her, so we planned to go travelling. A Theodore-free place, without elephants. The timing of it is suspicious, however. Your lady friend becomes an orphan and heir, and there's a planned trip directly afterwards. An improvised romantic dinner will never please a spoilt girl. A planned voyage might. It's not spur of the moment. Okay. Traces near the Does shell. this knife seem familiar? I didn't find it in your competitor's back, to be clear. This knife is as blunt as your humour. It's a bosun's knife, but it's not mine. I wouldn't be so careless as to mislay my tools. ഓക്കെ, അത് നൈഫ് പരിചയമുണ്ട്. അവനും അതുപോലത്തെ നൈഫൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റെ നൈഫല്ല എന്നാണ് പറയണത്. അടിപൊളി. അവ അങ്ങനെ അവൻ്റെ ടൂൾസൊന്നും അങ്ങനെ കെയർലെസ് ആയിട്ട് അവിടെ ഇവിടെയും ഇടാറില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അനിമൽ സസ്പെക്ട്. ഐ നോട്ടഡ് തിയഡോർ ഗോൺ ഹാങ്ങിങ് ഓൺ എ ബ്രാഞ്ച്. What can you tell me about the elephant? He's smarter than some people here, including his owner. Although I feel he could be dangerous, no matter how much he's fed. Why is that? Have you ever seen Goliath attack anyone? Well, not exactly. But I saw it, abusing some poor tree during one of its walks with Theodore. The expression on that old ninny's face was priceless. But it wasn't funny to look at. Believe me, it was frightening. ഓക്കെ, അപ്പോൾ ഇവനും അത് തന്നെയാണ് പറഞ്ഞ്. ആ ആന നല്ല സ്മാർട്ടാണ്, പക്ഷേ ഇടയ്ക്ക് കുറച്ച് ഡേഞ്ചറസും ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, വന്നിപ്പോൾ ഇവനല്ല കള്ളൻ എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. ഹീ ഈസ് സോ കോൺഫിഡൻറ്റ് അബൌട്ട് വാട്ട് ഹീ ഈസ് ടോക്കിങ്. ഓക്കെ, നമുക്ക് കേസ് ഫയലൊന്ന് നോക്കി നോക്കാം. മൈൻഡ് പാലസിൽ Paul has a fresh bruise. Theodore attacked Paul. അതുമല്ല. Theodore Gilded was highly motivated to destroy Paul's career and well-being, even going so far as to hire criminals. ഓക്കെ, പോളിനെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗിൽഡ് ആൻഡ് ക്രിമിനൽസിനെ വരെ ഹയർ ചെയ്തിരുന്നു. ഓക്കെ, അതാണ് നമുക്ക് കിട്ടിയൊരു ഡിഡക്ഷൻ. ഓക്കെ, ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ലെറ്റ്സ് സീ ഇതുവരെ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, ഇവിടുത്തെ എല്ലാ ക്ലൂസും കിട്ടിക്കഴിഞ്ഞു. കണ്ടോ, ഗ്രീനായി. അപ്പോൾ ഇനി ഇവിടെ ഇനി ഒന്നും അവശേഷിക്കണില്ല. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ ആ ബിസിനസ്സിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണം. ഏത് ബിസിനസ്? നമ്മുടെ ഗിൽഡനും പിന്നെ ആർതർ സ്വിഫ്റ്റും തമ്മിലുള്ള ബിസിനസ്. അത് നമ്മുടെ ഓൾഡ് സിറ്റിയിലാണ്, സംവർ നിയർ ഓവർ ഹിയർ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. അല്ലാതെ എന്താണ് പണി?